കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയൊക്കെ സംസ്ഥാനതല നേതാക്കൾ മൗനത്തിലായിരുന്നെങ്കിൽ ഇപ്പോൾ മൗനം വെടിഞ്ഞുകൊണ്ട് പല നേതാക്കളും രംഗത്തെത്തിയിരിക്കുന്നു. CPM-ൻ്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നു, ഞങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം വോട്ടുകൾ BJP-യിലേക്ക് ഒഴുകുകയായിരുന്നു. VS അച്യുതാനന്ദൻ്റെ വീട് സ്ഥിതി ചെയ്യുന്ന അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിൽ തങ്ങളുടെ വോട്ടുകളെല്ലാം BJP കൊണ്ടുപോയിരിക്കുന്നു. നമുക്കറിയാം VS അച്യുതാനന്ദൻ്റെ ആ പഞ്ചായത്തിൽ അദ്ദേഹത്തിൻ്റെ വീട് സ്ഥിതി ചെയ്യുന്ന അതിന് പരിസരത്തും അവിടെയുമൊക്കെ BJP വാർഡിൽ ജയിച്ചിരിക്കുന്ന ഒരു ചരിത്രമാണ്. കാരണം നിരന്തരം ജയിച്ചു വരുന്ന BJP ആയിരുന്നു. ഏതായാലും ഇപ്പോഴിതാ ഒരു പുതിയ വിവാദം കൂടി CPM-ൽ കത്തി നിൽക്കുന്നു. ഇതിനോടൊപ്പം തന്നെ കോൺഗ്രസ് പറയുന്നു സുരേഷ് ഗോപിയുടെ വിജയം അദ്ദേഹം 5 വർഷം തോറ്റിട്ട് ആ മണ്ഡലത്തിൽ പ്രവർത്തിച്ചതാണ് എന്ന് പറയുന്നത്. ഇതിനിടയിൽ CPM പുതിയൊരു നീക്കവുമായി രംഗത്തെത്തുന്നു. CPM പറയുന്നത് ഈ പോരാളി ഷാജിയെ കണക്കുള്ള പേജുകൾ ആണ് തങ്ങളുടെ ആ പേജുകളിലെ അഡ്മിന്മാരെ ആരൊക്കെയോ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. അതുപോലെ സോഷ്യൽ മീഡിയ മുഴുവൻ തങ്ങൾക്കെതിരായ പ്രചരണമാണ്. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഇനി CPM ശ്രമിക്കുന്നത്. കാരണം മാറുന്ന കാലത്തിനനുസരിച്ച് മുൻപോട്ട് പോയേ കഴിയൂ. കാരണം ഇപ്പോഴത്തെ യുവാക്കൾ കൂടുതലും സോഷ്യൽ മീഡിയ വഴിയാണ് കാര്യങ്ങൾ അറിയുന്നത്. അതുകൊണ്ട് തങ്ങൾ സോഷ്യൽ മീഡിയയിൽ സജീവമാകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് CPM അറിയിച്ചിരിക്കുന്നത്. ഏതായാലും പോരാളി ഷാജിയെ തട്ടിക്കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അറിയില്ല എങ്ങനെയാണ് എന്നുള്ളത്. ഏതായാലും വരും ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ ആക്റ്റീവാകും. ഏതായാലും അവരുടെ വോട്ട് ചോർന്ന കാര്യം അവർ പരസ്യമായി തന്നെ അംഗീകരിക്കുന്നു. CPM വോട്ടെല്ലാം BJP അടിച്ചു മാറ്റിയിരിക്കുന്നു, ഇല്ലെങ്കിൽ BJP-യിലേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ.